റജബ് മാസത്തിൽ ഈ അമൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. റജബുൻ ഷഹ്റുല്ലാ ഷഅബാൻ ഷഹ്രി റമളാൻ ഷഹ്റു ഉമ്മത്തി എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് അമൽ ചെയ്താലും അതിന് വലിയ പ്രതിഫലമുണ്ട്. നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ട, നോമ്പ് വർദ്ധിപ്പിക്കേണ്ട, മറ്റുള്ള അമാലുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റജബ്. റജബ് ഇസ്തിഗ്ഫാർ പ്രത്യേകം വർദ്ധിപ്പിക്കണമെന്നും ഷഅബാനിൽ നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്നും റമളാനിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണമെന്നും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ, സൗബാനെ, ഒരു അമലുണ്ട്, ഈ അമലെങ്ങാനും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ഒരു വർഷം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ട്. എന്താണ് അമൽ എന്നല്ലേ? റജബിലെ ഒരു ദിവസം എടുത്തിട്ട് രാവിലെ നോമ്പ് നോക്കുക, രാത്രി ഹയാത്താക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം അതുപോലെ ചെയ്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖബറാളികളുടെ അരികിലിരിക്കുമ്പോൾ മുത്തനബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവരെങ്ങാനും റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഖബറാളികളെ ചൂണ്ടിക്കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ റജബിലെ ഇബാദത്തുകൾ, റജബിലെ ആരാധനാ കർമ്മങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ പവിത്രതയുണ്ട്. റജബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ റജബിൽ പ്രത്യേകം ദുആ ചെയ്യണം. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅറാജിൻ്റെ രാത്രി, നമുക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങളും കടന്ന് 1-ാം ആകാശവും 2-ാം ആകാശവും 3-ാം ആകാശവും അങ്ങനെ സിദ്റത്തുൽ മുൻതഹയും കടന്ന് ഇലാഹായ റബ്ബിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ക്ഷണിച്ചു കൊണ്ടുപോയ സംഭവം. ഈ സംഭവത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഇസ്രാ മിഅ്റാജ് നടന്നത് റജബ് 27-നാണല്ലോ. ആ ദിവസം നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്. റജബിലെ നോമ്പിൻ്റെ പവിത്രത എന്താണ്? റജബിൽ ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കാതെ നമ്മൾ ചെയ്യണം. ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി നമസ്കാരത്തിന് കൊടുത്തത് ഈ റജബ് മാസത്തിലാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ പോയപ്പോൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ മുത്തനബിക്ക് സമ്മാനമായി അള്ളാഹു നിസ്കാരത്തിന് 50 വക്ത് നിസ്കാരത്തിന് കൊടുത്തു. തിരിച്ചു വരുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, 50 വക്തൊന്നും നിങ്ങൾ ഉമ്മത്തിന് താങ്ങൂല, അതുകൊണ്ട് അത് ചുരുക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കി. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും 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 അള്ളാഹുവിലേക്ക് പോയി. അങ്ങനെ അത് 5 വക്തായി മാറി. വീണ്ടും പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇനിയും പോകാൻ എന്നെ കൊണ്ട് പറ്റൂല, ഇതെൻ്റെ ഉമ്മത്ത് നിർവഹിച്ചു കൊള്ളും എന്ന് നമ്മളെ പറ്റി പ്രതീക്ഷയോടുകൂടെയാണ് റസൂലുള്ളാഹ് ആ നിസ്കാരം എന്ന് പറയുന്ന സമ്മാനവുമായി നമ്മിലേക്ക് വന്നത്. അതിനെ മുറ പോലെ നിർവഹിക്കണം. നിസ്കാരം വളരെ കൃത്യതയിലും ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാവുക, അതൊക്കെ വലിയ മാനസികമായും ആത്മീയമായും നമ്മളെ വലിയ ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. റജബ് മാസത്തിനെ ബഹുമാനിക്കണം. റജബിനെയും ഷഅബാനിലും നമ്മൾ റമളാനിലേക്ക് ഒരുങ്ങണമെന്നാണ്. റജബിൽ നിങ്ങൾ വിത്തിനെ വിതക്കുക, ഷഅബാനിൽ നിങ്ങളത് പരിപാലിക്കുക, റമളാൻ അത് കൊയ്ത്തുകാലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റജബ്, ഷഅബാൻ ഇത് റമളാനിലേക്ക് വരാൻ പോകുന്ന പൂക്കാലമായ റമളാനിലേക്ക് ഒരുങ്ങേണ്ട സമയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് സുന്ദരമായ സമയം. റജബ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം, അള്ളാഹുവിൻ്റെ സുന്ദരമായ മാസം. ഇത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ദിവസങ്ങൾ, നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കേണ്ട മാസം. ദോഷങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നമ്മൾ പാടെ മാറി നിൽക്കേണ്ട സമയം. ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും വിരോധനകൾക്കും വഴിപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റജബിലും ഷഅബാനിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. റമളാനിലെ നമ്മിലേക്ക് അടുപ്പിക്കുകയും ആ റമളാനിൽ ധാരാളം സുഹൃതങ്ങൾ വാരി വാരി ചെയ്യാൻ, ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ നടത്താൻ, ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ, ഒരുപാട് റമളാൻ മുഴുവൻ നോമ്പ് നിൽക്കുവാൻ ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.